ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ലാവോ യാത്ര തുടരുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഈ യാത്രയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ നമ്മൾ ഇന്നലെ ഫോൺ ഷാവൻ കണ്ടു. ഇനിയിപ്പോൾ രാവിലെ ഫോൺ ഷാവനിൽ നിന്ന് നമ്മൾ വാങ് വിയങ്ങിലേക്ക് പോവുകയാണ്. രാവിലെ 6:30 തന്നെ എല്ലാം സെറ്റപ്പ് ആക്കി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. So today it's going to take at least 8 hours as per Google Maps, 7 hours. So that means around 8 hours we can easily expect. Thought of having some light breakfast in the morning before leaving. Then we need to put petrol also. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അങ്ങനെ നിൽക്കുമ്പം ഓപ്പോസിറ്റിൽ നമ്മുടെ ബുദ്ധ സന്യാസികൾ രാവിലെ തന്നെ ഭിക്ഷാടനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ദാനം കിട്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരിയായിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും എഗ്ഗും ഒക്കെ കിട്ടി. ഒരു കാപ്പിയും കൂടെ കുടിച്ചു. പെട്രോളും അടിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്നു. ഒരു 220 കിലോമീറ്ററാണ് മൊത്തം നമുക്ക് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു ഈവനിങ്ങിനുള്ളിൽ ചെല്ലാമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. പുറപ്പെട്ട ഉടനെ തന്നെ ഒരു ചെറിയൊരു മൂടൽ മഞ്ഞിൻ്റെ പ്രതീതിയാണ് രാവിലെ. അതുകൊണ്ട് കുറച്ച് വിസിബിലിറ്റി കുറവാണ്. ഇതൊരു നല്ല സ്പോട്ടാണ്. അപ്പോൾ അവിടെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ നിർത്തി 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. രാവിലെ 8 മണിയായി. ഇതുവരെ വെയിൽ വന്നിട്ടില്ല. നല്ല മനോഹരമായ സ്ഥലമാണ്. അങ്ങനെ ഫോൺ ഷാവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഹില്ലി ടെറേനാണ്. അധികം വീടുകളൊന്നുമില്ല. വല്ലപ്പോഴും ഇടയ്ക്കും കാണുന്ന വീടുകൾ മാത്രമേ ഉള്ളൂ. അവസാനം വെയിൽ വന്നു. ഇനിയിപ്പോൾ ചൂട് തുടങ്ങും. അധികം ആൾക്കാരെ ഒന്നും റോഡിൽ കാണാനില്ല. ധാരാളം മരങ്ങളും പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു 60 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടി ചെറിയൊരു കടയിൽ നിർത്തി. അവിടെ ഒരു ചെറിയ വില്ലേജ് സ്കൂള്. സോ അവിടെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് കോഫിയൊക്കെ കുടിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ചെറിയ വീടുകൾ, ഓടുമേഞ്ഞതും ഷീറ്റിട്ടതും ആയിട്ടുള്ള വീടുകളാണ് കൂടുതലും. റോഡ് കുഴപ്പമില്ല. ഇടയ്ക്കിങ്ങനെ ചിലയിടത്തൊക്കെ വഴിക്ക് വീതി കൂട്ടുന്ന കാരണമുള്ള പ്രശ്നങ്ങൾ. നല്ല പൊടിയുണ്ട്. അതുകൊണ്ട് രാവിലെ നല്ല പൊടി പറക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റിലാക്സ് ആയിട്ട് തന്നെ യാത്ര തുടരുകയാണ്. അധികം ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ എൻജോയ് ചെയ്ത് എങ്ങനെ യാത്ര തുടരുന്നു. വാഹനങ്ങളാണെങ്കിലും വളരെ കുറവ്. മനോഹരമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ബോറടിക്കുന്നില്ല. കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നമുക്ക് റൈഡ് ചെയ്ത് പോവാം. കുറേ പശുക്കളൊക്കെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാൻ തോന്നുന്നു. ഇവിടെയൊന്നും അധികം തണലില്ല. അവിടെ നല്ല വെയിലാണ്. ഉച്ചയാകാറായതുകൊണ്ട് ചെറുതായിട്ട് നല്ല ചൂടൊക്കെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രേക്ക് കൂടെ എടുത്തു. നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയയാണ്. അവിടെ ഇങ്ങനെ കൈതച്ചക്ക കൃഷിയൊക്കെ ഉണ്ട്. പൈനാപ്പിളിന്റെ ചെറിയൊരു കൃഷിയൊക്കെ മുകളിലേക്ക് ഹിൽ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 10 മിനിറ്റ് ഒക്കെ നിർത്തി പതുക്കെ വീണ്ടും അവിടെ നിന്ന് തിരിച്ചു. വലിയ ലോറികൾ, ഈ ട്രക്കുകളൊക്കെ പോകുമ്പോഴാണ് പൊടി കൂടുതൽ കുറക്കുന്നത്. അല്ലാത്തടത്തോളം സമയം വലിയ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഈ യാത്ര തുടരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ വലിയൊരു വില്ലേജ് എത്തി. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇനി ചെറിയൊരു ഡീവിയേഷൻ വരുമെന്ന് തോന്നുന്നു. മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വില്ലേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഹൈവേയിലേക്കാണ് ചെന്ന് ചാടുന്നത്. ഇതിവിടുത്തെ ലാവോയിലെ ഫേമസ് ആയിട്ടുള്ള റൂട്ട് 9 എന്ന് പറയും. ഒരു മേജർ ഹൈവേ ആണ്. അപ്പോൾ ആ മേജർ ഹൈവേയിലേക്കാണ് ഈ വില്ലേജിൽ നമ്മൾ ഡയറക്റ്റ് എൻട്രി ആവുന്നത്. ഒരു സൈഡിലേക്ക് പോയാൽ നേരെ വിയൻഡിയിലേക്കുള്ള റോഡ്, ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ലുവാങ് പ്രഭാങ്. നമുക്ക് വിയൻഡിയിലേക്കുള്ള റോഡിലേക്കാണ് കയറേണ്ടത്. കാരണം വാങ് വിയങ് ആ വഴിക്കാണ്. ഇതിൽ ഈ റൂട്ടിൽ കുറച്ച് ദൂരം നമ്മൾ വിയൻഡിയാനിൽ നിന്ന് ലുവാങ് പ്രഭാങ്ങിലേക്ക് പോകുന്ന സമയത്ത് യാത്ര ചെയ്തതാണ്. അതുകൊണ്ട് ഈ റോഡ് നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉള്ള റോഡാണ്. വീതിയൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗമൊക്കെ നല്ല റോഡാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതും മോശമായി തുടങ്ങും. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12:30 മണിയോടുകൂടി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ തന്നെ കണ്ട ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടു. ഒരു ലേഡിയാണ് നടത്തുന്നത്.
അവിടെ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് അവരുടെ ഡെയിലി ഫിഷ് സപ്ലൈ വരുന്നുണ്ട്. ഇതൊരു ലാൻഡ് ലോക്ക്ഡ് കൺട്രി ആണല്ലോ, ഇവിടെ കടലില്ല. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നോ ഫ്രഷ് വാട്ടർ ഫിഷോ പിന്നെ കുറച്ച് ദൂരെ നിന്നൊക്കെ ആയിട്ട് ഐസ് ബോക്സിലാണ് മീനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ മീനിന്റെ സപ്ലൈയുടെ സമയമാണെന്ന് തോന്നുന്നു. No, no, I don't want seafood. I need some pork or beef. Yes. Okay. ഇവിടുന്ന് സീ ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമില്ല. റൈസോ നൂഡിൽസോ പിന്നെ വല്ലോ ബീഫോ പോർക്കോ കിട്ടിയാൽ മതി. വേറെ ഗസ്റ്റ് ഒന്നും ഇല്ല ഹോട്ടലിൽ. അപ്പോൾ അവിടെ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു റിസോർട്ട് ഉണ്ട്, അതൊന്ന് കാണാൻ വേണ്ടി റോഡ് ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ, മറ്റേ ഹോട്ട് സ്പ്രിങ് പോലെ, നമ്മൾ ആ മുവാങ് ഹിയാമി കണ്ട പോലെ ഒരു ഹോട്ട് സ്പ്രിങ് മോഡൽ ഇവിടെ പലയിടത്തും ഇങ്ങനെ ഹോട്ട് സ്പ്രിങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പൂളിൽ എന്തോ മെയിൻ്റനൻസ് നടക്കുകയാണ്. അവരത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പിന്നെ ഇറങ്ങാനൊന്നും പോയില്ല. ജസ്റ്റ് കണ്ടിട്ട് തിരിച്ച് റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്. പെപ്സി ബ്രാൻഡിങ് ആണ് ടേബിളിലെല്ലാം. മെനു ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇപ്പം വായിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്പർ നോക്കി പടം നോക്കി ഐഡന്റിഫൈ ചെയ്ത് പിന്നെ ഏതാ നമ്പർ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്പർ അങ്ങ് പറഞ്ഞാൽ മതി, ആ സാധനം കൊണ്ടുവരും. അപ്പോൾ 50,000 കിപ്പാണ്. എന്താണ് റൈസും പിന്നെ പോർക്കും കൂടെ ഉള്ള ഒരു ഡിഷ് അതിൽ നിന്ന് കഴിച്ചു. ആ ലേഡിയുടെ പയ്യൻസ് അവിടെ ഇരുന്നൊരു പൂച്ചയായിട്ട് കളിക്കുന്നു, ചെറിയൊരു പൂച്ചക്കുട്ടി, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചക്കുട്ടി. അപ്പൊ പൂച്ചക്കുട്ടിക്ക് ഒരു ഹലോ ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി ഇവിടുന്ന് ഒരു 50-55 കിലോമീറ്ററേ ഉള്ളൂ വാങ് വിയങ്ങിലേക്ക്. നല്ല ഉച്ച സമയം. ഇനിയിപ്പോൾ ട്രാഫിക് കുറച്ച് കൂടുമെന്ന് വിചാരിക്കുന്നു, കാരണം മെയിൻ ഹൈവേ ആയതുകൊണ്ട് കുറച്ചൊക്കെ ട്രക്കുകളും വാനുകളും ഒക്കെ വരുമെന്ന് വിചാരിക്കുന്നു. വേറെ മഴയൊന്നുമില്ല, വെയിൽ തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ലാതെ റൈഡ് തുടരുന്നു. രണ്ട് സൈഡിലും ചെറിയ ചെറിയ പീക്കുകളുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് വഴി. വാങ് വിയങ്ങിനടുത്ത് ഒത്തിരി ബാക്ക് പാക്കേഴ്സ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ട്യൂബിങ് എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ട്യൂബിൽ പോവുക, പിന്നെ കേവ്സ് ഉണ്ട്, പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, സിപ്പ് ലൈൻ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. അതിൻ്റെ ചില ആക്ടിവിറ്റികളൊക്കെ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് നിർത്തി, ഒരു നല്ല സ്പോട്ടായിരുന്നു. ഇവിടെ നിർത്തിയൊരു ചെറിയ ബ്രേക്ക് എടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. അടുത്തുള്ള ചെറിയൊരു പീക്കൊക്കെ കാണാം. നല്ലൊരു മനോഹരമായ താഴ്വാരം, ചെറിയൊരു മലനിരകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെയും 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. തണലത്ത് 5 മിനിറ്റ് വണ്ടി നിർത്തിയ ഒരു റിലീഫാണ്. അതുകൊണ്ട് അവിടെയൊക്കെ നിർത്തി ഇടയ്ക്ക്. വീണ്ടും അടുത്ത് വലിയൊരു ട്രെയിലർ ട്രക്ക് പോകുന്നുണ്ട്, നല്ല പൊടിയതുകൊണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മാർക്കറ്റ് പ്ലേസ് പോലെ അവിടെ നിർത്തി. കുറച്ച് കടകളും ഈ ഫുഡ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, അത് കൂടാതെ അവിടെ പ്രത്യേകിച്ച് കണ്ടതാണ് ഈ ലോക്കൽ വാറ്റ് സാധനങ്ങൾ. അവരിങ്ങനെ കുപ്പിക്കകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഹണിയുണ്ട്, വൈനുണ്ട്, പിന്നെ അത് കൂടാതെ ഈ ലോക്കൽ വാറ്റ് അതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലതിനകത്ത് പാമ്പ്, തേള്, പഴുതാര ടൈപ്പ് സാധനങ്ങളുണ്ട്. അത് കൂടാതെ ഈ ഉപ്പിലിട്ട പോലെ വെജിറ്റബിളൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന പോലെ ചില കുപ്പിക്കകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി സാധനങ്ങളാണ് ഇവിടുത്തെ സ്റ്റോക്ക് മുഴുവൻ. ഇമ്പോർട്ടഡ് സ്കോച്ച് വിസ്കിയുടെയൊക്കെ ബോട്ടിലാണ് ലോക്കൽ സാധനം ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. ഏതായാലും ട്രൈ ചെയ്യാൻ പോയില്ല, കാരണം ലാവോയിൽ ഈ മീഥൈൽ ആൽക്കഹോൾ പോയിസണിങ് ഈയിടെ വീണ്ടും വാർത്തകളിലുണ്ടായിരുന്നു. ഇങ്ങനെ ലോക്കൽ വാറ്റിനകത്ത് മീഥൈൽ ആൽക്കഹോളിന്റെ അംശം വന്നിട്ട് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഇങ്ങനെ യൂറോപ്പിൽ നിന്ന് യൂത്ത് 2 പേര് കഴിഞ്ഞ നവംബറിൽ തന്നെ അവിടെ ഇങ്ങനെ 2-3 പേര് മരിച്ചതായിട്ടൊക്കെ ന്യൂസ് റിപ്പോർട്ടുണ്ട്. ഈ ക്വാളിറ്റി ഇല്ലാത്ത സബ്സ്റ്റാൻഡേർഡ് സ്പ്യൂരിയസ് ലിക്കറൊക്കെ കഴിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ആ ലോക്കൽ സാധനം ട്രൈ ചെയ്യാൻ പോയില്ല. ഇടയ്ക്കിടയ്ക്ക് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്ന ലക്ഷറി വാനുകളൊക്കെ പോകുന്ന കാണാം. കൂടുതൽ പേരും വിയൻഡാനിൽ നിന്ന് ഇങ്ങനെ വാൻ ട്രിപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. ലുവാങ് പ്രഭാങ് അല്ലെങ്കിൽ വാങ് വിയങ്ങിലേക്ക് ഇങ്ങനെ വാൻ സർവീസുകളുണ്ട്. ഗ്രൂപ്പായിട്ട് ഒരു 10-15 പേർക്കൊക്കെ പോകുന്ന കംഫർട്ടബിൾ ടൊയോട്ട ഹയാസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്ന അവിടെ വാന്. കംഫർട്ടബിൾ വാനുകളാണ്. അങ്ങനെ നമ്മളൊരു 3 മണി കഴിഞ്ഞ് 3:30 വാങ് വിയങ്ങിനടുത്തെത്തി. നമ്മളിവിടെ ഒരു ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടുത്തെ പ്ലാൻ ഇന്ന് രാത്രി നാളെ നൈറ്റ് 2 നൈറ്റാണ് ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം ആകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ല. അത് നാളത്തേക്ക് വെച്ചേക്കാണ്. ഇന്ന് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുക, വെറുതെ ഇങ്ങനെ ലോക്കൽ ഒന്ന് ചുറ്റിക്കറങ്ങുക എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. Main activity here is tubing and hot air balloon plus kayaking and all. നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ആക്ടിവിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനെ എയർ ബലൂൺ ഉണ്ട്, പാരാസെയിലിംഗ് ഉണ്ട്, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ട്യൂബിങ്, റിവർ ട്യൂബിങ്, അങ്ങനെ കുറെ ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ നാളെ രാവിലെ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ഓരോന്നോരോന്ന് കാണാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇന്നിരിക്കുന്നത്. So this is the hotel I'm staying. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്ത ഹോട്ടല്, സെൻട്രൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് മെയിൻ റോഡിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അതിന്റെ അതൊക്കെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. കയറി ചെല്ലുമ്പോഴേ ഒരു റെസ്റ്റോറന്റ് ആണ്, അവിടെയാണ് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെർവ് ചെയ്യുന്നത്. ഈ ഹോട്ടലിൽ 2 സെക്ഷൻ ഉണ്ട്, ഒരു ന്യൂ സെക്ഷനും പിന്നെ ഒരു ഓൾഡ് സെക്ഷനും. ഓൾഡ് സെക്ഷനിൽ 4th ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയേക്കുന്നത്. നല്ല റൂമൊക്കെയാണ്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്, ബിയർ, വാട്ടർ ബോട്ടിലൊക്കെ റിസപ്ഷനിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്തെടുക്കാം. ഈ രണ്ടാമത്തെ സെക്ഷൻ, ന്യൂ സെക്ഷൻ, അത് വേറൊരു ഹോട്ടലായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ചെക്ക് ഇൻ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. മണി ഓൾമോസ്റ്റ് ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ഈ ഫുഡ് കോർട്ടിലും കുറേ പേര് ഇരിപ്പുണ്ട്. ടോട്ടൽ വാങ് വിയങ്ങിന് ഒരു നല്ല വൈബാണ്, യൂത്ത് വൈബാണ്. കൂടുതലും യങ്സ്റ്റേഴ്സ് ഇങ്ങനെ വെക്കേഷന് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ എന്താണ് ലോക്കൽ കാഴ്ചകളെന്ന് അറിയാൻ ചുറ്റുവട്ടത്തോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. ഇത് താമസിച്ച ഹോട്ടലിനടുത്തുള്ള ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ അവർക്ക് കോമൺ ആണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. വൈകുന്നേരം അതിന്റെ സൈഡിലും പൂളിന്റെ സൈഡിലും ഒരു ബാറൊക്കെ ഉണ്ട്. അവിടെ പോയിരുന്ന് ബിയർ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അവിടെ ആരും ഇല്ലായിരുന്നു, ഗസ്റ്റ് ഒന്നും ഇല്ല. വളരെ വിരലെണ്ണാവുന്ന ടൂറിസ്റ്റുകളെ അടുത്തൊക്കെ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ ബാറിന്റെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ആരെയും കണ്ടില്ല. അപ്പൊ അവിടെ ഇരുന്നൊരു ബിയറൊക്കെ കഴിച്ചിട്ട് അതൊക്കെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. എന്നാ പിന്നെ പതുക്കെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. നൈറ്റ് മാർക്കറ്റ് അവിടെ നിന്നൊരു ഹാർഡ്ലി ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. അതിൽ നടന്ന് കുറച്ച് സമയം കളയാമെന്ന് വിചാരിച്ചു. ടിപ്പിക്കൽ ചെറിയൊരു നൈറ്റ് മാർക്കറ്റ്. മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യക്കാരുടെ പോലൊക്കെ തന്നെ തുണികളാണ് കൂടുതൽ. തുണികളെ പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഹാൻഡ് ക്രാഫ്റ്റ്, ജുവലറീസ്, ലേഡീസ് ഐറ്റംസ്, അങ്ങനെ പല സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. ഫുട് വെയറിന്റെ ചെറിയ സ്റ്റോൾ, ഷൂ, ചെരുപ്പുകൾ ഒക്കെ ചെറിയ സ്റ്റോളുകൾ നമ്മൾ നിരത്തിരിക്കുന്ന ഒരു പ്രതീതിയാണ്. പിന്നെ അവിടെ കൊണ്ട് കുറച്ച് ഫുഡ് സ്റ്റാൾ ഉണ്ട്, ജ്യൂസ് ആയിട്ടും സ്നാക്സ് ആയിട്ടും. This is beef or pork? പുള്ളിക്കാരത്തി എന്തോ സ്നാക്സ് ഉണ്ടാക്കുന്നു. പിന്നെ ഗ്രില്ല് ചെയ്യുന്നു, വെജിറ്റബിളിന്റെ ഒരു ഗ്രില്ല്, ബാർബിക്യൂ ചെയ്യുന്നു. പല ടൈപ്പ് സാധനങ്ങളുണ്ട്, മീറ്റ് ഉണ്ട്, എഗ് ഉണ്ട്. ഇത് പിന്നെ ഇവിടുന്നെല്ലാം ഈ ബൈക്ക് പാക്കേഴ്സിന്റെ സെന്റർ ആണ്. ഇവിടുന്ന് മറ്റു കൺട്രീസിലേക്കൊക്കെ വാൻ അല്ലെങ്കിൽ ബസ് സർവീസ് ഉണ്ട്. ഇവിടുന്ന് നമുക്ക് തായ്ലൻഡിൽ വേണേൽ പോവാം, അല്ലെങ്കിൽ ലാവോന്ന് വിയറ്റ്നാമിൽ പോവാം, കംബോഡിയയിൽ അടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഓവർനൈറ്റ് ബസ്സുകളുണ്ട്. അപ്പൊ അതിന്റെ റേറ്റുകളൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഡിപ്പാർച്ചർ, അറൈവൽ ടൈം അതൊക്കെയാണ് എഴുതിയേക്കുന്നത്. വളരെ കൺവീനിയന്റ് ആണ്. ഈ ബാക്ക് പാക്കേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഓവർനൈറ്റ് ബസ്സിൽ കയറി ഇരുന്ന് അടുത്ത കൺട്രി ചെല്ലാം. ഇടയ്ക്ക് ബോർഡർ ക്രോസിങ്, അവിടെ ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത കൺട്രി ആയി. നല്ല മനോഹരമായ വാൾ ഹാങ്ങിങ് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്, ക്ലോത്തിലുള്ള ചെറിയ പിക്ചേഴ്സ്, ഹാൻഡ് ബാഗ്സ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും ഡിന്നറിനുള്ള സമയമായി. അപ്പോൾ നമ്മൾ അടുത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ ലൈവായിട്ട് ഈ പറഞ്ഞ പോലെ ബാർബിക്യൂവും ഗ്രില്ലും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ റൈസും പോർക്കും അതിൻ്റെ കൂടെ ഒരു ചെറിയ നമ്മുടെ ഇവിടുത്തെ രസം പോലെ ചെറിയൊരു സൂപ്പ് പോലെ കിട്ടി. അതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോയി. ഇന്നിപ്പോൾ നേരത്തെ വൈൻഡപ്പ് ചെയ്ത് ഉറങ്ങാം. നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇവിടെ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വാങ് വിയങ് വ്യൂ പോയിന്റ് ആണ്. നേരത്തെ ചെന്നാലേ ഉള്ളൂ സൺറൈസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 5-5:30 മണിയാകുമ്പോഴത്തേക്കും പോവാണെങ്കിൽ ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് അതാണ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കേവ് ട്യൂബിങ്ങും പിന്നെ കുറച്ച് ഇവിടെ ലഗൂൺസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള 2-3 ലഗൂൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്നുള്ള ഐഡിയയിൽ അപ്പോൾ അതൊക്കെ നേരത്തെ റിട്ടയർ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ ഫോൺ ഷാവിൽ നിന്ന് രാവിലെ 6:30 തിരിച്ചു. ഉച്ച കഴിഞ്ഞ് 3:30 വാങ് വിയങ്ങിലെത്തി. കംഫർട്ടബിൾ ആയിരുന്നു. 230 കിലോമീറ്റർ കുറച്ച് വണ്ടി ഓടിച്ചെങ്കിലും വലിയ ക്ഷീണമില്ല. ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ ഈ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വാങ് വിയങ്ങിന്റെ വിശേഷങ്ങളുമായി.
താങ്ക് യു ഫോർ വാച്ചിങ്.